പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ ലോകമെമ്പാടും ആരംഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് തിരുവചനം ധ്യാനിപ്പാനായി ഈ സമയം നാം ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാം തിരുവചനത്തെ ആധാരമാക്കുകയാണ്. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയാമിൻ്റെ അടുക്കൽ ദൈവം ഗബ്രിയേൽ മാലാഖയെ അയക്കുന്നു. തൊട്ട് മുമ്പ് 6 മാസം മുമ്പ് സഖരിയ മഹാപുരോഹിതൻ്റെ അടുക്കലേക്ക് ദൂതനെ അയച്ചു. വളരെ വാർദ്ധക്യത്തിലായിരിക്കുന്ന എലിസബായുടെ ഗർഭപാത്രത്തെ വീണ്ടും ഉൽപാദനക്ഷമതയുള്ളതാക്കി മാറ്റുവാൻ തക്കവണ്ണം വാർദ്ധക്യം ബാധിച്ച ഗർഭപാത്രത്തെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഇത് 6-ാം മാസമെന്ന് മറിയാമിനോട് വന്ന് പറയുവാൻ തക്കവണ്ണം ഈ സന്ദർഭത്തിൽ ദൈവം എലിസബത്തിനും സഖറിയായ്ക്കും നൽകിയ കൃപയെ ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായതാ, ദൂതൻ അകത്ത് ചെന്ന് അവളോട് സംസാരിക്കുകയാണ്. കൃപ നിറഞ്ഞവളെ വന്ദനം എന്ന് ദൂതൻ അവളോട് പറയുന്നു. മറിയാമിൻ്റെ അടുക്കൽ ദൂതൻ പറഞ്ഞതായ വചനം കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുമെന്ന യെശയ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തിയായി നമുക്ക് കാണുവാൻ സാധിക്കും. കന്യക ഗർഭം ധരിക്കുന്നത് എങ്ങനെയാണ്? കന്യക ഗർഭം ധരിക്കുമ്പോൾ ആ ഗർഭധാരണം മൂലം അവൾ കന്യകയല്ലാതാകുന്നില്ലേ? ഗർഭം ധരിച്ച് പ്രസവിച്ച മറിയാമിനെ വീണ്ടും കന്യമറിയാമെന്ന് സംബോധന ചെയ്യുന്നത് ശരിയാണോ? ഇതുമായിരിക്കുന്ന ചിന്താഭാരങ്ങൾ ഇന്ന് അനേകരിലും കടന്നുകൂടിയിരിക്കുക. വചനം ശ്രദ്ധിക്കുക. കന്യക ഗർഭം ധരിക്കും, ഇത് അസാധ്യമായ ഒന്നാണ്. പക്ഷേ ദൈവത്താൽ സകലതും സാധ്യമാണ്. കന്യക ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞാൽ ഗർഭം ധരിച്ചിരിക്കുന്നവർ കന്യക തന്നെയാണ് എന്നുള്ളതായ അർത്ഥം നാം ഉൾക്കൊള്ളണം. അതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ, ഇവിടെ മറിയാം അതേ സംശയം ദൂതൻ്റെ അടുക്കൽ വയ്ക്കുകയാണ്. ഞാൻ പുരുഷനെ അറിയായകയാൽ ഇതെങ്ങനെ സംഭവിക്കും? മറിയാമിനറിയാം ഗർഭധാരണം പുരുഷബന്ധത്തിലൂടെയാണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ കന്യകയായ മറിയാം വൃതസ്ഥയാണ്. അവൾ സന്യാസ ജീവിതം നയിക്കുകയാണ്. അവളൊരു പുരുഷനെ സ്വീകരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പുരുഷബന്ധത്തിൽ ആകുവാൻ അവൾ തയ്യാറല്ല. അപ്രകാരം പ്രതിജ്ഞയെടുത്തതുകൊണ്ടാണ് ഞാൻ പുരുഷനെ അറിയായകയാൽ എന്ന് എഴുതിയിരിക്കുന്നത്. പുരുഷനെ അറിയായകയാൽ എങ്ങനെ ഗർഭധാരണം നടക്കുമെന്ന ചോദ്യം സ്വാഭാവികമല്ലേ? ഇതേ ചോദ്യം തന്നെയാണ് സഖറിയാവ് ദൈവദൂതൻ്റെ അടുക്കൽ ചോദിച്ചത്. അവൻ ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപമർപ്പിക്കുമ്പോൾ ദൈവദൂതനോട് സംസാരിക്കുന്നു. വാർദ്ധക്യത്തിലായ എലിസബത്ത് ഗർഭിണിയാകുമെന്ന വചനം അവൻ വിശ്വസിപ്പാൻ സാധിച്ചില്ല. അയ്യോ, ഞാനും എൻ്റെ ഭാര്യയും വൃദ്ധരല്ലയോ എന്ന് ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ് ചോദ്യം. പക്ഷേ ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന മഹാപുരോഹിതനായവൻ തൻ്റെ ആരാധനയിൽ ദൈവം അവന് കൊടുക്കുന്ന വചനം
അരുളപ്പാട് അല്ലെങ്കിൽ വെളിപ്പാട് അല്ലെങ്കിൽ വാഗ്ദത്തം വിശ്വസിക്കാതിരുന്നപ്പോൾ ദൈവം അവനെ ശിക്ഷിച്ചു. അവൻ ഈ വാഗ്ദത്തം നിവൃത്തിയായി കാണുന്നവരെയും ഊമനായിട്ട് കഴിയുക. എന്നാൽ കന്യകയായ മറിയാം ഇതേ സംശയം തന്നെ ചോദിക്കുന്നു. ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? മാലാഖ മറിയാമിനെ ശപിക്കുകയില്ല, കാരണം അവൾ കൃപ നിറഞ്ഞവളാണ്. ദൂതൻ അവളെ ശപിക്കാൻ ഒക്കത്തില്ല. പകരം ദൂതൻ വ്യക്തമാക്കി കൊടുക്കുന്നു, പരിശുദ്ധാത്മാവ് നിന്നിൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്നിൽ ഇറങ്ങി വസിക്കും. അങ്ങനെ നീ ഗർഭം ധരിക്കുകയും നീ പ്രസവിക്കുന്നത് വിശുദ്ധ പ്രജയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടുത്തെ ബീജമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൽ മറിയാം ഗർഭം ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ വചനമായ ദൈവം കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഭാവിക്കട്ടെ എന്ന മറിയാമിൻ്റെ സ്വയം താഴ്ത്തിക്കൊണ്ടുള്ളതായ പ്രഖ്യാപനത്താൽ അവളിലോട്ട് ഇറങ്ങുകയും അവളിൽ നിന്ന് ദൈവീയ ശക്തിയാൽ ശരീരം സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ക്രിസ്തു മറിയാമിൻ്റെ ഉദരത്തിൽ ഉരുവായിത്തീരുന്നു. ഇതിന് പുരുഷബന്ധമില്ലാത്ത ഗർഭധാരണമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതാണ് കന്യക ഗർഭം ധരിക്കുമെന്ന വാക്കുകൊണ്ട് പ്രവാചകൻ വ്യക്തമാക്കിയിരിക്കുന്നതും. പുരുഷനെ കൂടാതെ കൊണ്ട് ഗർഭം ധരിക്കുമ്പോൾ ആ ഗർഭധാരണത്തിന് മൂലമായിരിക്കുന്ന ബീജം ആവശ്യമാണ്. ആ ബീജം ഏത് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവാകുന്ന ബീജമാണ്. വിശുദ്ധനായ പത്രോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നു: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇവിടെ ബീജത്തെക്കുറിച്ച് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു വിശദീകരണം കാണുവാനായിട്ടുണ്ട്. അത് കെടുന്ന ബീജമല്ല, അത് നിലനിൽക്കുന്നതാണ്. എന്താണ് നിലനിൽക്കുന്നത്? മലയാളത്തിൽ നിലനിൽക്കുന്നതുമായ എന്ന വചനത്തെ എ ബേർഡിങ് ഫോർ എവർ, എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നശിച്ചു പോകാത്തതായ ബീജം, ഒരിക്കലും കെട്ടുപോകാത്തതായ ബീജം, എന്നേക്കും നിലനിൽക്കുന്നതായ ബീജം. ആ ബീജം ഏത് എന്ന് ചോദിക്കുന്നു. അതേ കന്യക മറിയാമിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇവിടെ ഈ ചോദ്യത്തിന്. ഈ നശിച്ചു പോകാത്ത കെടാത്ത ബീജം എന്നതിൻ്റെ ഉത്തരമായി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന ബീജമാണ്. അതല്ലാതെ കെടാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമായിരിക്കുന്ന ബീജമെന്നത് ദൈവവചനമാണെന്ന് പറഞ്ഞിട്ട്, ദൈവവചനം എന്നത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസത്തെയോട് ബന്ധപ്പെടുത്തി അനവധി പഠനങ്ങളും വ്യാഖ്യാനങ്ങളും ഈ കാലത്തുണ്ടായിരിക്കുന്നത് വേദസത്യമല്ല. എന്തെന്നാൽ കെടാത്തതും നിലനിൽക്കുന്നതുമായിരിക്കുന്ന വചനമല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിന് അന്ത്യമുണ്ട്. പത്രോസ്ലീഹ 1-ാം അധ്യായത്തിൽ തന്നെ ഈ സത്യം വളരെ വ്യക്തമായി സാക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ: അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിനൊരു അന്തമുണ്ട്. ദെയർസ് ആൻ എൻഡ്. അതെന്തെന്നാൽ വിശ്വസിച്ചത് പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുമെന്നുള്ള പ്രവാചകൻ്റെ ശബ്ദം നാം കേൾക്കുകയും അറിയുകയും കർത്താവ് അപ്രകാരം കന്യകയിൽ നിന്ന് ജ്ഞാതം ചെയ്ത സത്യത്തെ
നാം വിശ്വസിക്കുകയും കാണുകയും ചെയ്തതിന് ശേഷം വീണ്ടും കന്യകയാ ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന ഒരു വിശ്വാസം നിലനിൽക്കേണ്ട ആവശ്യമില്ല. ആ വിശ്വാസം അവിടെ പൂർണ്ണമായി. അതിന് അന്ത്യമായിട്ട് ജഡമെടുക്കുന്ന യേശുവിനെ നാം കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ അവസാനം സംഭവിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സംതിങ് എബേർഡിങ് ഫോർ എവർ. അത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു വസ്തുതയല്ല. പിന്നെയോ വിശ്വാസത്തിന് അന്ത്യമുണ്ട്. നാം വിശ്വസിച്ച കാര്യം പ്രാപിക്കുന്നതോടുകൂടെ അതിന് അവസാനം സംഭവിക്കുന്നു. ആകയാൽ കെടാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമായിരിക്കുന്ന ബീജമെന്നത് ഒരിക്കലും വിശ്വാസമല്ല, അത് പരിശുദ്ധാത്മാവാണ്. മാത്രവുമല്ല, ഇവിടെ വചനം എന്നതല്ല വിഷയം, ദൈവവചനത്താൽ എന്നുള്ളതാണ്. ക്രിസ്തു ജഡധാരണം ചെയ്ത വചനമാണ്, ജഡമെടുത്ത ദൈവവചനം. അത് ദൈവവചനം എന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമം എന്ന് നാം തിരിച്ചറിയണം. സ്വർഗത്തിലെ വചനമായ ദൈവം ശരീരമെടുത്ത് മണ്മേലായി നമ്മോടൊപ്പം വസിപ്പാൻ തക്കവണ്ണം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതായിരിക്കുന്ന അനുഭവത്തിൽ യേശു ക്രിസ്തു രക്തം ധരിച്ചവനായി രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതായിരിക്കുന്ന യാഗമായ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിൻ്റെ നാമം ദൈവവചനമെന്നാണ്. വെളിപ്പാട് 19:13 അവന് ദൈവവചനം എന്ന പേർ പറയുന്നു. ദൈവവചനത്താൽ വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിനാലെന്നും പരിശുദ്ധാത്മാവിനാലെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തെന്നാൽ ഈ പരിശുദ്ധാത്മാവ് അത്രേ കന്യകയുടെ ഉദരത്തിലേക്ക് ഇറങ്ങി മാംസം ധരിച്ച് മനുഷ്യനായി പുറത്ത് വരുന്നത്. അതുകൊണ്ട് അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. കന്യക മറിയാം തൻ്റെ ഉദരത്തിൽ യേശുവിനെ സ്വീകരിച്ചതിൻ്റെ മുഖാന്തരം കർത്താവിൻ്റെ വചനപ്രകാരം എനിക്ക് ഭാവിക്കട്ടെ എന്ന സമർപ്പണമാണ്. ആ താഴ്മയാണ്. എന്തുകൊണ്ടാണ് ഈ താഴ്മ എന്നതിനെ പറയുന്നത്? അവിവാഹിതയായ ഒരു സ്ത്രീ അവൾ ഗർഭിണിയാകുന്നതായ ഒരവസ്ഥ ന്യായപ്രമാണത്തിൽ വലിയ കുറ്റകരമായിരിക്കുന്ന ഒന്നാണ്. തൻ്റെ ജീവിതത്തിൽ വിവാഹ നിശ്ചയം കഴിയപ്പെട്ടവളെന്ന് പറഞ്ഞുവെങ്കിലും അവൾ പുരുഷനെ അറിയുവാൻ ആഗ്രഹിക്കാത്ത വ്യക്തി കൂടെ ആയിരുന്നു എന്ന മർമ്മം ഇവിടെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ പുരുഷബന്ധം കൂടാതെ കൊണ്ട് ഒരു മകനെ പ്രസവിക്കുവാനുള്ള കൃപ ലഭിച്ചവളാണ് മറിയാം. അവളിലേക്ക് ദൈവവചനമായ ആത്മാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം സമർപ്പണത്തിലൂടെ ഉള്ളിൽ പ്രവേശിക്കുകയാണ്. കണ്ടാൽ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ ഞാൻ അകത്ത് വന്ന് അവനോടുകൂടി ആയിരിക്കുമെന്ന വാക്തത്വം. ഇതാ കർത്താവേ, അടിയൻ താഴ്ത്തി ഏൽപ്പിക്കുന്നതിൻ്റെ ഹിതപ്രകാരം വചനപ്രകാരം എനിക്ക് ഭാവിക്കട്ടെ എന്ന സമർപ്പണമാണ് മറിയാമിൽ നടക്കുന്നത്. ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിൽ ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുവാനും അതിന് യോഗ്യരായിത്തീരുവാനും നമുക്ക് ശ്രമിക്കാം. ഒരേ ഒരു യോഗ്യതയാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അത് നമ്മുടെ വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണത്തോടുകൂടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്ക് അടുത്തു വരുന്ന ഓരോ ദൈവവൈതലും മറിയാമിനെ പോലെ ഏറ്റുപറയട്ടെ, ഇതാ കർത്താവേ, നിനക്ക് വന്ന് പിറക്കുവാൻ യോഗ്യമായിരിക്കുന്ന പുൽത്തൊട്ടിയായി അടിയനിതാ 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 അങ്ങേ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നുവെന്ന്. അങ്ങനെ അവൻ്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് ഹൃദയം അവന് കാണിക്കയായി വെച്ചു കൊടുക്കാമെങ്കിൽ, തിരുമുൾക്കാഴ്ചയായി ഹൃദയത്തെ ദൈവത്തിന് ഏൽപ്പിക്കാമെങ്കിൽ, ഈ നാളുകളിൽ ഉദരത്തിൽ ഇറങ്ങി വസിച്ച കർത്താവ് ഹൃദയങ്ങളിൽ ഇറങ്ങി വസിപ്പാൻ, വചനമായി നമ്മൾ ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ശബ്ദം കേൾക്കുവാൻ, ഈ വചനം സ്വീകരിപ്പാൻ നമുക്ക് മനസ്സുണ്ട്.
കന്യകത്വം ദൈവം നഷ്ടമാക്കി കളയാതെ കൊണ്ട് അവളിലോട്ട് ഇറങ്ങിയെങ്കിൽ നമ്മിൽ നിന്ന് തിന്മകളെ നീക്കുമ്പോൾ പൂർണ്ണ വിശുദ്ധിയിൽ അവനെ സ്വീകരിപ്പാൻ നമുക്കും സാധിക്കും. കന്യാമറിയാമിലേക്ക് ദൈവവചനം ഇറങ്ങി വസിച്ചത് ഒരു ലൈംഗിക പ്രക്രിയയിലൂടെയല്ല, അവളുടെ കേൾവിയിലൂടെയും കേട്ട വചനത്തോടുള്ള തന്നെ സമർപ്പണത്തിലൂടെയുമാണ്. അതുകൊണ്ട് പിതാക്കന്മാരിങ്ങനെ പാടുന്നു: കാതതിലൂടുൾ ഭോഗി ബാലിക തന്നിൽ വചനം ഭോഗി ഉദരത്തി നീ പാരിൽ കായികമായി ജാതം ചെയ്തു ശിശുവോ വൃദ്ധൻ പരമാചേര്യം ഇക്കഥ സംഭ്രമമാർക്കേകീട. കന്യകമറിയാമിലേക്കുള്ളതായ വചനത്തിൻ്റെ എഴുന്നള്ളത്ത്, പരിശുദ്ധാത്മാവ് അവളിലേക്ക് ഇറങ്ങി ജഡം ധരിച്ച് ഗർഭത്തിൽ ശരീരാവസ്ഥയിലായി വരുന്നത് അവിടെ കന്യകത്വത്തിന് ഭംഗം വരുത്തിക്കൊണ്ടല്ല, പിന്നെയോ അവിടെ വിശ്വാസ സമർപ്പണത്തിലൂടെയാണ്. കാതതിലുൾഭൂകി ബാലിക തന്നിൽ വചനം വാണു, നിന്റെ വചനപ്രകാരം ഇതാടിയനെ ഏൽപ്പിച്ചു തരുന്നു എന്ന സമർപ്പണത്തിലൂടെയാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവം കന്യയുടെ ഉദരത്തിൽ ഉരുവാകുന്നത്. പരിശുദ്ധാത്മാവിനാൽ ജഡം ധരിക്കുക. പരിശുദ്ധാത്മാവ് ദൈവമാണ്, അതുകൊണ്ട് അവൻ ദൈവപുത്രനാണ്. ഈ ദൈവപുത്രനെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ട ദിവസങ്ങളാണ് ക്രിസ്മസിൻ്റെ ദിവസങ്ങളെന്ന് നാം തിരിച്ചറിയണം. നാം കുപ്പികൾ പൊട്ടിച്ചും പടക്കങ്ങൾ പൊട്ടിച്ചും ഇലുമിനേഷനുകൾ നടത്തിയും ക്ലബ്ബുകളിൽ കൂടിയും ലോകപരമായി യേശുവിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ ഓർക്കുക, ഈ യേശു കർത്താവ് നമ്മെക്കുറിച്ച് കരയുകയാണ്. ഇന്ന് നാം ആഘോഷിക്കുന്ന ആഘോഷങ്ങളിലെല്ലാം ലോകമോഹങ്ങളാണ് മുന്തി നിൽക്കുന്ന അനുഭവം എന്ന് പറയും. അത് മാറ്റപ്പെടുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മനുഷ്യരോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം യോഗ്യരായ മനുഷ്യരെ കണ്ടെത്തായത് കൊണ്ടല്ലയോ കേവലം മൃഗങ്ങളുടെ പുൽത്തൊട്ടിയിൽ യാതം ചെയ്യുവാൻ തക്കവണ്ണം അതേറ്റവും വിശുദ്ധമെന്ന് കണ്ടതുകൊണ്ടത്രേ നമ്മുടെ കർത്താവ് അപ്രകാരമുള്ള ഒരു സ്ഥാനം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഞാനും നിങ്ങളും കർത്താവിൻ്റെ പുൽത്തൊട്ടികളായി രൂപാന്തരം പ്രാപിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉരുവാകണമെന്നാണ്. അതുവരെയും താൻ പ്രസവവേദന അനുഭവിക്കുകയാണ്, ഈറ്റുനോവിൻ്റെ അനുഭവമാണ്. വളരെ വേദനയോടുകൂടിയാണ് അപ്പോസ്തലൻ സാക്ഷിക്കുന്നത്. ക്രിസ്തു ഹൃദയങ്ങളിൽ ഉരുവാകുവോളം വേദന അനുഭവിക്കുന്ന ഒരു അപ്പോസ്തലൻ. നമുക്കാർക്കെങ്കിലും ഇപ്രകാരം ഒരു വേദനയുണ്ടോ? എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ ഇല്ല എന്ന ചിന്തയുണ്ടോ? എൻ്റെ കർത്താവ് എന്നിൽ വസിക്കണമെന്ന ആഗ്രഹമുണ്ടോ? ഇതെല്ലാം ഈ നാളുകളിൽ, ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ ഒരു സ്വയപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിരിക്കുന്ന ഒന്നാണ്. ആകയാൽ സ്നേഹിക്കപ്പെട്ടവരെ, ഈ വർഷത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് നാം അത് ആഘോഷിക്കുമ്പോൾ നമ്മെ തന്നെ ക്രിസ്തുവിന് വന്ന് വസിപ്പാൻ യോഗ്യമായ ഭവനങ്ങളായി വിശുദ്ധീകരിക്കുന്നതിലായിരിക്കട്ടെ നമുക്ക് ചിന്തയും നമ്മുടെ ആഗ്രഹങ്ങളും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഈ ഡിസംബർ 1 മുതലുള്ളതായിരിക്കുന്ന നോമ്പ് ഉപവാസത്താൽ നമ്മുടെ അകമയുള്ള മനുഷ്യൻ വിശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ മറിയാം അവൻ്റെ ഹിതപ്രകാരം എന്ന് സമർപ്പിച്ചുകൊണ്ട് സ്വീകരിച്ചതുപോലെ ഇതാ കർത്താവെ അടിയനും താഴ്ത്തി സമർപ്പിക്കുന്നു, എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് അതിലിറങ്ങി വസിപ്പാൻ തക്കവണ്ണം ഞാൻ നിന്നെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഈ വചനം കേൾക്കുന്ന മക്കളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അവൻ നിൻ്റെ അകത്ത് കടന്നു വന്ന് നിന്നോടുകൂടെ വസിക്കും. അത് അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സംഗമസ്ഥാനമായി മാറും. ക്രിസ്തു ഹൃദയത്തിൽ ഉരുവാകണമെന്ന അപ്പോസ്തലൻ്റെ ആഗ്രഹം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ സാധ്യമാക്കും. ഈ ക്രിസ്മസ് നാളുകളിലൂടെ ഞാൻ യേശുവിനോടുകൂടെ സഹവസിക്കുന്ന
ഒരു ദൈവവൈതലായി, ഒരു ദൈവമന്ദിരമായി, ഒരു പുൽത്തൊട്ടിയായി എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുമെന്ന് സ്വയം ഒന്ന് ഏറ്റെടുക്കാവോ? അതിനായി നമ്മുടെ അകമയുള്ള മനുഷ്യനും പുറമെയുള്ള മനുഷ്യനും ഒരേപോലെ വിശുദ്ധീകരണത്തിലേക്ക് വരുവാനായിട്ട് സമർപ്പിക്കാമോ? വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധ്യമല്ല എന്ന തിരുവചന സത്യം നാം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ഒന്നായി തീരുവാൻ തക്കവണ്ണം നമുക്ക് വിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്നതിനെയൊക്കെ ഉപേക്ഷിക്കാം. എല്ലാ തിന്മകളോടും യാത്ര പറയാം, എല്ലാ ദുഷ്ടവികാരങ്ങളോടും യാത്ര പറയാം, എല്ലാ ജഡീയ മോഹങ്ങളോടും യാത്ര പറയാം. അങ്ങനെ യാത്ര പറയുവാൻ തീരുമാനമെടുത്താൽ തീർച്ചയായും നാം കർത്താവ് വസിക്കുന്ന, അവനിറങ്ങി വസിക്കുന്ന പുൽത്തൊട്ടികളായി ഈ നാളുകളിൽ രൂപാന്തരം പ്രാപിക്കും. സ്വർഗീയ കൃപ മറിയാമിൽ എന്നതുപോലെ നമ്മിൽ വന്ന് നിറയുവാൻ അതൊരു മുഖാന്തരമായി തീരുകയും ചെയ്യട്ടെ. ആർക്കുണ്ട് ഈ ഒരു ആഗ്രഹം? ഈ വചനം കേൾക്കുന്ന ദൈവമക്കളിൽ എത്ര പേര് ഈ ക്രിസ്മസിൻ്റെ നാളുകളിലൂടെ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമെന്ന്? വേണ്ട, ഈ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നവരെയും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന, മുറുകെ പറ്റുന്ന, എത്ര ഏറ്റുപറഞ്ഞിട്ടും ഉപേക്ഷിക്കപ്പെടുവാൻ സാധിക്കാതെ കിടക്കുന്ന ബന്ധനമാകുന്ന ഒരു പാപത്തെയെങ്കിലും ഇന്നത് എന്ന് പ്രത്യേകം തീരുമാനിച്ചുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കുന്നുവെന്ന് ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ ആർക്കൊരു തീരുമാനത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതാഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെ മുറുകെ പറ്റുന്ന ഒരു പാപം വിട്ടോടുവാൻ ഞാനിതാ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ തൃക്കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് മുഖാന്തരം എൻ്റെ പാപത്തിൻ്റെ അമിക്കയറുകളെ തകർത്ത് കളയുവാൻ ദൈവത്തിൻ്റെ കൃപയും ഞാൻ ആശ്രയിക്കുന്നു എന്ന് നമുക്ക് ഈ നാളുകളോട് ചിന്തിക്കാം. തലവണക്കാം. കാലങ്ങളുടെ ദേവകയിൽ ബേത്ലഹേമിൽ തൊട്ടിയിൽ പൈതലായി ശിശുവായി ജാതം ചെയ്യുവാൻ തക്കവണ്ണം പ്രവചനങ്ങളുടെ പൂർത്തിയായി ഇറങ്ങി വന്ന ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ പരിശുദ്ധാത്മാവാവുന്ന ബീജത്തിൽ ഉരുവായ മിശിഹാ തമ്പുരാനെ, കെടാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമായ ബീജമാകുന്ന ദൈവവചനം, ഈ പരിശുദ്ധാത്മാവ് എന്നിൽ വസിച്ചുകൊണ്ട് എന്നെയും അവിടുത്തെ മന്ദിരമായി, അവിടുത്തെ പുൽത്തൊട്ടിയായി രൂപാന്തരപ്പെടുത്തുവാൻ അടിയൻ ആഗ്രഹിക്കുന്നു. എന്നെ മുറുകെ പറ്റുന്ന ഒരു പാപത്തെയെങ്കിലും ഈ ക്രിസ്മസ് നാളുകൾ ഉപേക്ഷിപ്പാൻ തക്കവണ്ണം കർത്താവെ, അടിയനെ നീ കൃപ തരണമേ. എന്നെ തന്നെ നിൻ്റെ പുൽത്തൊട്ടിയായി അവിടുന്ന് വിശുദ്ധീകരിച്ച് എന്നിൽ ഇറങ്ങി വസിക്കണമേ. മറിയാമിൽ എന്നതുപോലെ എൻ്റെ കൃപയിൽ എന്നെയും നിറയ്ക്കണമേ. സകലം തിരുനാമഹത്വത്തിനായി തീരണമേ. ഞങ്ങൾ അങ്ങേക്കും ഞങ്ങളുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.